ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിലെ എന്താണ് യോഗം എന്ന് നിർവചിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിനു മുമ്പ് ഈ 6-ാം അധ്യായത്തിൽ യോഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യാർത്ഥവും, അതായത് സമത്വമാണ്, സമത്തിലുള്ള സ്ഥിതിയാണ്, തൻ്റെ എല്ലാ പരിമിതികൾക്കും ഉപരി ബ്രഹ്മാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന സ്ഥിതിയാണ് യോഗം. അത് സമദർശനമാണ്, അത് ദുഃഖങ്ങളുടെ ആത്യന്തിക നിവൃത്തിയാണ്, പരമമായ കൃതാർത്ഥതയാണെന്നിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു. ആ യോഗസ്ഥിതിയിലേക്ക് ഉയരുന്നതിന് സാധനാക്രമവും പറഞ്ഞു. അതും ഏറ്റവും പ്രാഥമിക തലം മുതൽ ആരംഭിച്ചു. എന്തിന്? ആസനം തുടങ്ങിയവ മുതൽ ചിന്തയ്ക്ക് വിഷയമാക്കി. അതുപോലെ ആഹാരവിഹാരാദികൾ എങ്ങനെ വേണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ. ഏതായാലും ഒടുവിൽ വൈദിക ശാസ്ത്രത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ യോഗ നിർവചനമാണ് 3.5 ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചത്. യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്രന ച ഏവ അയം സ്ഥിതഃ ചലതി തത്വതഃ യം ലബ്ധ്വാ ച അപരം ലാഭം മന്യത്തെ ന അധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. ഇങ്ങനെ 6 വ്യവസ്ഥകളെ പറഞ്ഞ ശേഷം തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം എന്ന് പറഞ്ഞു. യോഗസംഹിത ഇങ്ങനെ നിർവചിച്ച ശേഷം അഹൈതുകമായ കൃപ കൊണ്ട് ഗുരുനാഥൻ നമ്മെ ഉദ്ബോധിപ്പിച്ചു. സ നിശ്ചയേന യോക്തവ്യഃ. എങ്ങനെ? അനിർവിണ്ണ ചേതസ. തുടർന്ന് എങ്ങനെയാണ് ഈ ഒരു പദത്തെ പ്രാപിക്കേണ്ടത് എന്ന് ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, ശാസ്ത്രോപദേശം ആവർത്തിച്ച് പറഞ്ഞാണ് ഉറപ്പിക്കുക. തൂണ് ഭൂമിയിൽ കുഴിച്ച് നാട്ടിയിടും പോലെ, തൂണ നിഖനന ന്യായം. അപ്പം അവിടെ ഉറപ്പിച്ചിട്ട് വീണ്ടും ഇളക്കും, വീണ്ടും കുത്തും. അപ്പം ഇവിടെ തന്നെ 2-3 പ്രാവശ്യം യോഗത്തിൻ്റെ പരമമായ തലം പറഞ്ഞ് പിന്നെയും സാധനാതലത്തിൽ ആരംഭിച്ചു. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. നോക്കൂ,
സങ്കൽപ്പപ്രഭവാൻ കാമാം ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഇത്രയും നേരം യോഗസാധനകളെക്കുറിച്ച് പറഞ്ഞതിനെ മുഴുവൻ സമാഹരിച്ച് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. പറഞ്ഞത് തന്നെ ഭിന്ന ഭാഷകളിൽ ആവർത്തിക്കുന്നു. സങ്കൽപ്പപ്രഭവാൻ കാമാൻ സർവാൻ അശേഷതഃ ത്യക്ത്വാ. സങ്കൽപ്പപ്രഭവങ്ങളായ കാമങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട്, ത്യജിച്ചിട്ട്. അപ്പം അവിടെ സങ്കൽപ്പപ്രഭവാൻ എന്നുള്ളത് കാമാൻ എന്നുള്ളതിൻ്റെ വിശേഷണമാണ്. അപ്പം പദം നമ്മൾ അർത്ഥം പറയുമ്പോൾ കാമാൻ സർവാൻ ത്യക്ത്വാ. എങ്ങനെ? അശേഷതഃ. അശേഷതഃ, ശേഷമില്ലാതെ, പൂർണ്ണമായും എന്നർത്ഥം. പൂർണ്ണമായും കാമാൻ സർവാൻ ത്യക്ത്വാ, കാമങ്ങളെ മുഴുവൻ ത്യജിച്ചിട്ട്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് ഛിന്ന ഭിന്നമായി പലതിൻ്റെ പിന്നാലെ പോകുന്ന കാമങ്ങളെ മുഴുവൻ ത്യജിച്ചിട്ട്. ഇവിടെ ഈ കാമങ്ങളെ ത്യജിച്ചിട്ട് എന്ന് പറഞ്ഞ പദപ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇന്നിന്ന കാമങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പ്രസംഗിച്ചത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഈ ത്യജിക്കുക എന്നുള്ളത് അപ്രസക്തമാകുമ്പോൾ താനെ കൊഴിഞ്ഞു പോകുന്നതാണ്. അല്ലാതെ ത്യജിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തിനെ ത്യജിച്ചു എന്ന് പറയുന്നു, അതായിരിക്കാം നമ്മുടെ കൂടെ ഏറ്റവും അധികം ഉണ്ടാവുക, അല്ലേ? ചിന്തിച്ചു നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സ്മൃതിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ധാരാളം പേർക്ക് അനുഭവം ഉണ്ടാവും. ഈ കൂട്ടത്തിൽ തന്നെ പലരും ഉണ്ടാവും. കാശി പോയി ദർശനമൊക്കെ ചെയ്ത് അനന്തരം ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്ത് വന്ന കൂട്ടർ ഉണ്ടാവുന്ന വിചാരിക്കണത് കുറേ പേര്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ പറയും എന്തെങ്കിലും ഇഷ്ടമുള്ള 2 എണ്ണം ഉപേക്ഷിക്കണം എന്ന് പറയും. ഉടനെ തന്നെ ഒരു പച്ചക്കറി, ഒരു പഴം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തെച്ചിപ്പഴം ഉപേക്ഷിച്ചു, അല്ലേ? അതെ. എന്നാൽ ശരി, ഒരു പച്ചക്കറി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. പച്ചക്കറിയിൽ ഇഷ്ടാനിഷ്ടം കണ്ടെത്താൻ വളരെ വിഷമം. ഇപ്പോൾ പെട്ടെന്ന് അയാളാഞ്ചോ തിരക്ക് കൂട്ടണം, അയാൾക്ക് നമ്മളത് തീർത്തിട്ട് വേണം അടുത്ത ആളെടുത്ത ദക്ഷിണ മേടിക്കാൻ. അപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നും അയാൾ തരില്ല. അപ്പോൾ പറഞ്ഞു വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് വെണ്ടയ്ക്ക, അതിൻ്റെ ഓർമ്മയാണ് വന്നത്.
കഴിഞ്ഞു. ചടങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് കുളിച്ച് ഞാൻ മുറിയെടുത്ത ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആരാ? വെണ്ടയ്ക്കയാണ്. ഞാൻ ഉപേക്ഷിച്ചതാണ്. ഉടനെ ഭക്ഷണം കൊണ്ടുതരുന്ന സപ്ലയറോട് ഞാൻ ചോദിച്ചാൽ വെണ്ടയ്ക്ക ഉണ്ടോ? പറ്റില്ല കേട്ടോ, വെണ്ടയ്ക്ക ഇല്ലാത്തത് ഉണ്ടാക്കി തരണം. അതെ, ട്രെയിനിൽ വരുമ്പോൾ ഓരോ പ്രാവശ്യവും വെണ്ടയ്ക്കയാണ് ഓർമ്മ. വീട്ടിൽ വന്നപ്പോൾ മറ്റൊന്നും ഓർമ്മയില്ല, വെണ്ടയ്ക്ക മാത്രം ഓർമ്മയിച്ചു. ഗേ ഓർമ്മയില്ല, ശ്രാദ്ധം ഓർമ്മയില്ല, ഒന്നുമില്ല. ഇത് ആരെങ്കിലും പരിഹസിച്ചിട്ട് പറയുന്നതല്ല. സ്വന്തം പറയാലോ, സ്വന്തം വിഷയം പറയാലോ, എന്നാൽ പിന്നെ പ്രശ്നമല്ല. നമ്മളെ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ വരിക ചോറോ കറിയോ കഞ്ഞിയോ ഒഴുക്കോ ഒന്നുമല്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ വരിക ഉള്ളിയും വെള്ളുള്ളിയാണ്. അതിൽ ഉള്ളി ഉണ്ടാവുമോ? അമ്മ ഉള്ളി വേണ്ട കേട്ടോ, അല്ലെങ്കിൽ കേശവട്ടാ വെള്ളുള്ളി വേണ്ട കേട്ടോ എന്ന് പറയും. അതിഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ആ ഇഷ്ടമില്ലാത്തതിനെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഇത് പറയാൻ കാരണം എന്തെങ്കിലും ത്യജിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം ത്യജിക്കുക എന്ന് പറഞ്ഞത് അപ്രസക്തമായി കൊഴിഞ്ഞു വീഴുകയാണ്. അപ്രസക്തമായാൽ മാത്രമേ അത് ത്യജിക്കപ്പെടൂ. അപ്പോൾ എപ്പോഴാണ് കാമങ്ങൾ ത്യജിക്കപ്പെടുന്നത്? പരമമായ തത്വവിജ്ഞാനിയുടെ രസമടക്കം ഒഴിഞ്ഞ അവസ്ഥ ഇവിടെ വ്യാഖ്യാനിക്കരുത്. പരമമായ തത്വവിജ്ഞാനിയിൽ കാമനകളില്ല, അയാളിൽ നിന്ന് എല്ലാ കാമനകളും കൊഴിഞ്ഞു പോയിരിക്കുന്നു. അതിവിടെ എടുക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് സാധകൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് വിവേകത്തിലൂടെ, നിരന്തരമായ വിചാരത്തിലൂടെ പരിമിതങ്ങളായ കാമങ്ങൾ അപ്രസക്തമായി തീരുന്നു. അതൊന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനാണ് അതിൻ്റെ വിശേഷണം സങ്കല്പപ്രഭവാൻ കാമാൻ. ഇപ്പം കാമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു വസ്തുവിലും കാമമില്ല, ഒരു വസ്തുവും ഒട്ട് കാമ്യവുമല്ല. ഒന്നുകൂടി പറയാം, ഒരു വസ്തുവിലും കാമമില്ല, ഒരു വസ്തുവും കാമ്യവുമല്ല. നമ്മൾ നമ്മുടെ സങ്കല്പത്തെ കൊണ്ടാണ് അതിനെ കാമ്യമാക്കി തീർക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കണ്ടു, എന്തെങ്കിലും ഒന്ന് കേട്ടു, അപ്പം നമ്മൾ സങ്കല്പിക്കുകയാണ് കൊള്ളാമല്ലോ, നല്ലതാണ്. നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് തോന്നുകയായി? എനിക്കായാൽ കൊള്ളാം, അതെനിക്ക് കിട്ടിയാൽ നല്ലതാണ്. പിന്നെ അതിന് പല വഴികൾ തേടും, പല ന്യായീകരണങ്ങൾ കണ്ടെത്തും. സഹജമാണ്. ഇപ്പം സങ്കല്പത്തിലൂടെയാണ് നമ്മൾ കാമത്തെ മെനയുന്നത്. സമീചീനത്വ ബുദ്ധിർഹി കാമസ്യ മൂലം എന്ന് ആചാര്യന്മാർ പറഞ്ഞു തരും. കൊള്ളാമല്ലോ എന്നുള്ള നമ്മുടെ ബുദ്ധിയാണ് കാമത്തിൻ്റെ മൂലം. ഇത് ആപേക്ഷികമാണ്, നിരപേക്ഷമല്ല. ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരിലും എങ്ങനെയാണ് സങ്കല്പങ്ങൾ പ്രവർത്തിക്കുന്നത്? അത് വേറൊരാളുടെ സങ്കല്പം അനുസരിച്ചല്ല. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉദ്ഭവിക്കുന്നത്. മഹാഭാരതത്തിൽ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് മംഗീഗീത. അനേക ഗീതകളുണ്ട് മഹാഭാരതത്തിൽ. അതിലൊരു ഗീതയാണ് മംഗീഗീത. മങ്കി എന്നുള്ളത് ഒരാളുടെ പേരാണ്. ഇംഗ്ലീഷിലല്ല, സംസ്കൃതത്തിലാണ്. ഈ മങ്കി തനിക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ച് അവസാനം എല്ലാം കൂടി സ്വരുക്കൂട്ടി 2 കാളക്കുട്ടികളെ മേടിച്ചു. അവർ നല്ലപോലെ പരിപാലിച്ചു. അവർ പെട്ടെന്ന് വളർന്നു.
അങ്ങനെ ഈ കാളക്കുട്ടികൾ അങ്ങനെ ആരോഗ്യത്തോടു കൂടി വളർന്നു വരിക. അപ്പം അതിന് ഒന്നുകിൽ വണ്ടി വലിക്കാൻ നിയോഗിക്കണം, അല്ലെങ്കിൽ വയൽ ഉഴാൻ നിയോഗിക്കണം. രണ്ടായാലും നുകം വെച്ച് ശീലിപ്പിക്കണം. നുകം വെച്ച് ശീലിപ്പിക്കാതെ വണ്ടിയിലും കെട്ടാൻ പറ്റില്ല, വയൽ ഉഴാനും പറ്റില്ല. അതുകൊണ്ട് മങ്കി ഈ നല്ല ആരോഗ്യമുള്ള കാളക്കുട്ടികൾക്ക് നുകം കെട്ടി ഇങ്ങനെ ശീലിപ്പിക്കുക നടത്താൻ. അങ്ങനെ അവർ വളരെ അനുസരണയോടുകൂടി നടക്കുന്നു. നുകം കെട്ടിയിട്ടുണ്ട്, മനസ്സിൽ കാണുക. അതിൻ്റെ പിന്നാലെ മങ്കി നടക്കുന്നു. ആ മങ്കി വിചാരിച്ചു, വളരെ അനുസരണമുണ്ട്, വളരെ ആരോഗ്യമുണ്ട്, ഇതേ തോതിൽ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവർ വളരെ പെട്ടെന്ന് വലുതാവും. അങ്ങനെയാവുമ്പോൾ എനിക്ക് വണ്ടിയിൽ നിയോഗിക്കാം ഇവരെ. വണ്ടിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസം കൊണ്ട് എനിക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ടാവും. അങ്ങനെയാവുകയാണെങ്കിൽ എനിക്ക് 2 എണ്ണത്തിനും കൂടി മേടിക്കാൻ പറ്റും. അപ്പം എനിക്ക് 4 എണ്ണാവും. അവരെ ഇതുപോലെയൊക്കെ തന്നെ വളർത്തിയാൽ 2 വണ്ടിയായി. അപ്പോൾ പിന്നെ എളുപ്പമാണ്. പിന്നെ 6 വണ്ടി, 8 വണ്ടി, 10 വണ്ടി എന്ന് പറഞ്ഞ് വണ്ടികളുടെ എണ്ണം കൂടും. അപ്പം ഞാൻ വലിയൊരു മുതലാളിയാവും, വലിയൊരു പൈസക്കാരനായി ഞാൻ മാറും. പിന്നെ എനിക്കെന്താ പ്രയാസം? വളരെ നല്ലതല്ലേ, പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചിങ്ങനെ നടക്കുമ്പോൾ എന്തുണ്ടായി? വഴിയുടെ മധ്യത്തിൽ ഒരൊട്ടകം വിശ്രമിക്കുന്നുണ്ട്. ഈ കാളക്കുട്ടികൾ ഒട്ടകത്തിൻ്റെ 2 ഭാഗത്തു കൂടെ നടന്നു. ഇത്രയും മനസ്സ് കാണണം. ഒട്ടകം പരിഭ്രമിച്ച് പെട്ടെന്ന് എഴുന്നേറ്റു. ബാക്കി പറയണ്ടല്ലോ, ബാക്കി പറയേണ്ട ആവശ്യമില്ല. ഒട്ടകം പരിഭ്രമിച്ച് എഴുന്നേറ്റതും കാളക്കുട്ടികൾ നുകാണ്ട് ഒട്ടകത്തിൻ്റെ കഴുത്തിൽ നുകായി. കാളക്കുട്ടികൾ 2 തൂങ്ങി. ഒട്ടകം പേടിച്ചു, ഓട്ടവും. ഈ പാപങ്ങൾ 2 ശ്വാസം മുട്ടി ചത്തു. ഈ പരിഭ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടകം ഓടണം, ഓട്ടം കാണണം. ഒയ്യോ, നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ധാരാളം കണ്ടിട്ടുണ്ട്. എന്താ വഴിയിലുള്ളത് നോക്കാണ്ടുള്ള ഓട്ടാണ്. പിന്നെ എന്തായാലും 2 ശ്വാസം മുട്ടി ചത്തു. ആകെ ഉണ്ടായ പൈസ മുഴുവൻ സ്വരൂപിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് മങ്കി റോഡിൻ്റെ സൈഡിൽ അവിടെ ഇരുന്നു. പിന്നെ കാളക്കുട്ടികളെ നോക്കിയിട്ടില്ല, ഒട്ടകത്തെ നോക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ ഗീത ചൊല്ലിയത്. കാമജാനാമി തേ മൂലം സങ്കൽപ്പാത്വം ഹി ജായസേ നത്വാം സങ്കൽപ്പയിഷ്യാമി തേന മേന ഭവിഷ്യസി. ഹേ കാമ, നീ എവിടുന്നാണ് ഉണ്ടാവണമെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. നീ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിന്നെ ഞാൻ സങ്കല്പിക്കാൻ പോണില്ല ഇനി മേലിൽ. എന്നാൽ പിന്നെ നീ എനിക്കുണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും സങ്കല്പിച്ച് കൂട്ടുകയാണ്. എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് കൊള്ളാലോന്നായി കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് കൊള്ളാലോന്നായി. ആർക്കും കൊള്ളാലോ എന്ന് ചിന്തിക്കില്ല നമ്മൾ. പിന്നെ നേരാൻ വഴിക്ക് അത് കിട്ടാനുള്ള വഴിയായി. കിട്ടണില്ല വെച്ചാൽ നേരെ കെട്ട വഴിയിൽ കൂടെ മോഷ്ടിക്കാനുള്ള ശ്രമമായി. ഇങ്ങനെയൊക്കെ നോക്കും നമ്മൾ. അപ്പോൾ കാമം എന്നുള്ളത് സങ്കല്പത്തിൽ നിന്നാണ്. അപ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലും, നമ്മളെ കൂട്ടത്തിൽ കാഴ്ചശക്തിയുള്ളവർ, കേൾവിശക്തിയുള്ളവർ ഒക്കെയാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ണുകൊണ്ട് നല്ല രൂപം കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് നല്ല രൂപം കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അഥവാ കണ്ണുകൊണ്ട് ചീത്ത രൂപം കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. നമ്മൾ കണ്ണുകൊണ്ട് രൂപമേ കാണുന്നുള്ളൂ. നല്ലതും കാണുന്നില്ല, ചീത്തയും കാണുന്നില്ല. ആ കാണുന്ന രൂപത്തിൽ നല്ലത് എന്ന സങ്കല്പവും ചീത്ത എന്ന സങ്കല്പവും മനസ്സ് ഘടിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് കണ്ണ് അല്ല. നല്ല ശബ്ദമാണ്. നീ എന്തുകൊണ്ടാണ് നല്ല ശബ്ദം കേട്ടത്? ചെവി കൊണ്ടെന്ന് പറയാൻ പാടില്ല. ചെവി കൊണ്ട് ശബ്ദമേ കേൾക്കൂ. നല്ല ശബ്ദം കേൾക്കാൻ ചെവി കൊണ്ട് കഴിയില്ല. ചെവി കൊണ്ട് കേട്ടതിൽ മനസ്സ് നല്ലതെന്ന് അധ്യാരോപിച്ചപ്പോൾ നന്നായി. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നാണ് നമ്മൾ കാമത്തെ മെനഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെ
അശേഷതഃ ത്യക്ത്വ, പൂർണ്ണമായും ഉപേക്ഷിച്ച് സങ്കല്പങ്ങൾക്കുപരി നമ്മുടെ അധ്യവസായത്തെ, ബുദ്ധിയെ, നിശ്ചയത്തെ നേടിയിട്ട് സർവാൻ, എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ഈ ലോക സംബന്ധമായും പരലോക സംബന്ധമായും ഒക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ, എല്ലാ കാമങ്ങളെയും ജയിച്ചിട്ട് അതിക്രമിച്ചിട്ട്, പിന്നെ മനസ്സായവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ, മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമുദായത്തെ, ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂട്ടം, സമൂഹം, സമുദായം എന്നൊക്കെ പറയാം. അപ്പം ഇന്ദ്രിയ കൂട്ടത്തെ, ഇന്ദ്രിയ കൂട്ടം എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗം: ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ശബ്ദ സ്പർശ രൂപരസ ഗ്രന്ഥ ഗ്രഹണത്തിനുള്ളത്, വാക്ക് പാണി പാദപായു ഉപസ്ഥങ്ങൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഇവയെ പൂർണ്ണമായും മനസ്സുകൊണ്ട് നിയമിച്ചിട്ട്, 10 ഇന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനാണ് മനസ്സ്. മനസ്സ് ദശേന്ദ്രിയ അധ്യക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് ചില ആചാര്യന്മാർ മനസ്സിന് 11ാമത്തെ ഇന്ദ്രിയം എന്ന പദം കൊടുക്കാറുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ സാമാന്യമായി സങ്കല്പവികല്പം ചെയ്യുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളെ ആകർഷിക്കും, ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആകർഷിക്കും. ഇതാണ് അതിൻ്റെ സ്വഭാവം. എന്നാൽ അവിടെ ബുദ്ധി ഉപയോഗിച്ച് അന്തഃകരണത്തെ കൊണ്ട് വിവേകം ചെയ്ത് ഇത് വേണോ ഇത് വേണ്ടയോ, ഇതുകൊണ്ടുള്ള ദോഷമെന്ത് ഇതുകൊണ്ടുള്ള ഗുണമെന്ത്, ഇങ്ങനെ ഗ്രാഹ്യത്യാജ്യ വിവേകം ചെയ്ത് ആ മനസ്സിനെ കൊണ്ട് വേണം ഇന്ദ്രിയങ്ങളെ നിയമിക്കാൻ. ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കും. അപ്പം മനസ്സായവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ, മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ നിയന്ത്രിച്ചിട്ട്, ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് അവയുടെ യജമാനനാണ് മനസ്സ്. മനസ്സിൻ്റെ യജമാനൻ ഞാൻ, അതവിടെ നിൽക്കട്ടെ. മനസ്സിൻ്റെ യജമാനൻ ഞാനാണ്, ആത്മാവാണ്. മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ എന്ന്. മനസ്സിനും പരമായിട്ടുള്ളത് ബുദ്ധിയാണ്, ബുദ്ധിക്കും പരമായിട്ടുള്ളത് ആത്മാവ് തന്നെ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെ ഒരു, ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മനസ്സ് ഇന്ദ്രിയങ്ങളെ തള്ളിവിടും എന്നും പറഞ്ഞു. ഒരു വലിക്കലും തള്ളലുമാണ്. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്ദ്രിയങ്ങളുടെ ഓട്ടം മനസ്സിനെ ആകർഷിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ മനസ്സ് പിന്നാലെ ഉണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഓടൂ, അല്ലെങ്കിൽ ഓടില്ല. നോക്കൂ, മനസ്സിനെ ആകർഷിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്, അത് സമ്മതിച്ചു. പക്ഷെ മനസ്സ് കൂടെ പോയാൽ മാത്രമേ ഇന്ദ്രിയങ്ങൾ വലിക്കാൻ സമർത്ഥമാകൂ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് സാമർഥ്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ രാവിലെകളിൽ ധാരാളമായിട്ട് കാണാറുണ്ട് ആൾക്കാർ നടക്കണത്. ഒരു നടത്തം കൂടിയിട്ടുണ്ട് ആൾക്കാർക്ക്, നല്ലതാണ്. എന്തായാലും നടത്തം വരെ എന്തെങ്കിലും എത്തിയല്ലോ. അപ്പം ഈ മിക്കവാറും പേരുടെ നേതാവ് മുമ്പിലുണ്ടാവും, നായകൻ. ഇല്ലേ? കാ സ്വാർത്ഥേ, സ്വാർത്ഥത്തിലാണ് കാ വെച്ചത്. അപ്പോൾ കാ ഒഴിവാക്കിയ നായ മുമ്പിലുണ്ടാവും, അല്ലേ? അതാണ് നായകൻ എന്ന് പറഞ്ഞത്. ആർക്കും അതിൽ വിരോധമൊന്നും തോന്നണ്ട. അപ്പം നായകൻ മുമ്പിലുണ്ടാവും, ബാക്കിലാണ് ആൾ നടക്കുന്നത്. ഈ നായ ഓടി അങ്ങനെ പോകും. പക്ഷെ ഓടി പോകുന്ന സമയത്തും അത് ഇടം കണ്ണിട്ട് ഇങ്ങനെ നോക്കും,
ഇയാൾ കൂടെ വരുന്നുണ്ടോ നമ്മളത് മനസ്സിലാക്കില്ല. നമ്മൾ മനസ്സിലാക്കരുതെന്നും അതിനുണ്ട്. വലിയ അഭിമാനിയാണ്. അപ്പം ഞാൻ നോക്കണുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവാൻ പാടില്ല, എന്നാൽ നോക്കുകയും വേണം. അങ്ങനെ നോക്കും. അപ്പോൾ പിന്നിൽ ഈ യജമാനൻ വരുന്നില്ല എന്ന് കണ്ട മെല്ലെ അതിങ്ങോട്ട് തിരിച്ചു പോരും. ഇത് ഇങ്ങനെ ചെയ്യണ പലർക്കും ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പോണവർ, അവർക്കൊക്കെ അനുഭവം ഉള്ളതായിരിക്കും. ഒന്ന് തിരിച്ചും പോരും. നമ്മൾ കൂടെ ഉണ്ട് എന്ന് കണ്ട ഒരു 10 അടി മുമ്പിൽ അത് ഓടും. ഇതുപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ മനസ്സാകുന്ന യജമാനൻ പിന്നാലെ പോകുന്നില്ലെങ്കിൽ അവ തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. എങ്ങോട്ടാ പോണത്, എന്തിനാ പോണത്, അവിടെ പോയിട്ട് നിനക്ക് എന്താ കിട്ടാൻ പോണത് എന്ന് നല്ല പോലെ ഇന്ദ്രിയങ്ങളെ പഠിപ്പിച്ചാൽ ആ ഇന്ദ്രിയങ്ങൾ തിരികെ പോരും. അല്ല പൊയ്ക്കോട്ടെ, വിരോധമൊന്നുമില്ല, വലിയ അനർത്ഥമൊന്നുമില്ല എന്ന് പൊയ്ക്കോട്ടെ, വിരോധവും ഇല്ല. അനർത്ഥകരമായതിലേക്ക് പോകുമ്പോൾ അപ്പം പിടിക്കാൻ കഴിയണം. ഇങ്ങനെ മനസായവ ഇന്ദ്രിയഗ്രാമം സമന്തത എല്ലാ പ്രകാരത്തിലും എല്ലാറ്റിൽ നിന്നും പിൻവലിച്ചിട്ട്. ഇതിന് ഒന്നാന്തരം ദൃഷ്ടാന്തം 2-ാം അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ആമ തൻ്റെ അംഗങ്ങളെ ഉൾവലിക്കുന്ന പോലെ യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. ആമ തൻ്റെ അംഗങ്ങളെ ഉൾവലിക്കുന്ന പോലെ. എങ്ങനെ ഉൾവലിക്കുക? പ്രതികൂലമായതിൽ നിന്ന് ഉൾവലിക്കും, അനുകൂലമായതിലേക്ക് പ്രവർത്തിപ്പിക്കും. ഇങ്ങനെ മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ പിൻവലിച്ചിട്ട്, ഇപ്പം എന്താ പറഞ്ഞ്, സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളിലെ അതിക്രമിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ നിയന്ത്രിച്ചിട്ട് ശനൈരുപരമേത് പതുക്കെ പതുക്കെ പിന്തിരിഞ്ഞോളൂ, തന്നിലേക്ക് തന്നെ. നേരത്തെ പറഞ്ഞു തന്നെ യോജിപ്പിച്ചോളൂ എന്ന്. ഈ തന്നെ യോജിപ്പിക്കലാണ് ഈ പിന്തിരിയൽ. നമ്മൾ പുറത്തേക്ക് എത്ര പരക്കം പായുന്നുണ്ടോ അത്രയും നമ്മളെ യോജിപ്പിക്കുന്നില്ല. നമ്മൾ ചെതറുകയാണ് അങ്ങും ഇങ്ങും ഒക്കെ. എന്നാൽ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ ഉപരമിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് ചേരുക. അതാണ് ഇവിടെ പറയുന്നത് ശനൈരുപരമേത്. ഇവിടെ ഈ ശനൈഹി എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു പദമാണ്. പതുക്കെ പതുക്കെ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ സ്വാമി തിരക്കാക്കണത്? ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. റിട്ടയർ ചെയ്തിട്ടാവാം എന്നാ വിചാരിച്ചുള്ളത്. ശരി, എവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് ചോദ്യം. ഏതായാലും നല്ല കാലത്തിനോ കഷ്ടകാലത്തിനോ റിട്ടയർ ചെയ്തു. എന്താ സ്വാമി ചെയ്യുക? അപ്പോഴാണ് നല്ലൊരു ഓഫർ കിട്ടിയത്. ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല പ്രതിഫലമാണേ. പിന്നെ എങ്ങനെ ഒഴിവാക്കാൻ തോന്നുക ഇല്ലേ? ഇതിങ്ങനെ പോവുകയാണ്, പോയിക്കൊണ്ടേയിരിക്കും. ശനൈ എന്നുള്ളത് പതുക്കെ പതുക്കെ എന്നുള്ളത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മൾ തന്നെ പലപ്പോഴും ഈ വിഷയത്തിലല്ല, മറ്റു ചില വിഷയങ്ങളിൽ ശനൈഹി എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അനുഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ആരുടെയെങ്കിലും വീട്ടിൽ മരണം സംഭവിച്ചു എന്ന് വെച്ചോളൂ. മരിച്ചിട്ട് ഇനിയിപ്പോൾ ഏതാനും മണിക്കൂർ കൊണ്ട് ശവശരീരം കൊണ്ടുവരും വീട്ടിലേക്ക്. പക്ഷെ വീട്ടിൽ അമ്മയോട് അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ പത്നിയോട് അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ മക്കളോട് അറിയിച്ചിട്ടില്ല. അപ്പോൾ സ്വാമി ഇങ്ങനെയൊക്കെ ഉണ്ടായി ചോദിക്കും, അല്ല അറിയിച്ചോ, അമ്മയെ അറിയിച്ചോ, മോളെ അറിയിച്ചോ? ഇല്ല സ്വാമി, പതുക്കെ ആവാന്ന് വിചാരിച്ചതാ. എന്ത് പതുക്കെ ആവാൻ? അല്ല പെട്ടെന്നായിട്ട് നമ്മളായിട്ട് അങ്ങോട്ട് പറയണ്ട. എടേ എന്ത് മഹാപാപ നീ പറയണത്? പെട്ടെന്ന് ആംബുലൻസ് കൊണ്ട് വന്ന് നിന്നിട്ട് ബോഡി ഇറക്കുമ്പോഴാണ് അമ്മ കാണേണ്ടത്. അവർക്ക് ഷോക്കാവില്ലേ? അവരെ തയ്യാറാക്കണ്ടേ? അല്ല സ്വാമി പതുക്കെ ആവാം. ഇതെന്തൊരു കഷ്ടത്. അപ്പം മിക്കവാറും അങ്ങനെ വീടുകളിൽ പോയിട്ട് അറിയിക്കേണ്ട ഡ്യൂട്ടി നമുക്ക് വന്നു ചേരും. അതെ, തമാശയല്ല. അതുകൊണ്ട് ചില വീട്ടിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാവും, ഇത് ആരുടെ മരണം പറയാനാവോ വരുന്നത്. എന്താ ചെയ്യുക? അത് ഈ ശനൈ എന്നുള്ളതിൻ്റെ കുഴപ്പമാണ്. പതുക്കെ മതി. എന്ത് പതുക്കെ?
ഇവിടെ അങ്ങനെയല്ല പതുക്കെ എന്ന് പറഞ്ഞ അർത്ഥം ബലപൂർവകം വേണ്ട എന്നുള്ള അർത്ഥമാണ്. ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ബലപൂർവകം നീ ഞാൻ അടിച്ചമർത്താൻ പോവുകയാണ്, നീ അങ്ങനെ കളിക്കുക എന്നും പറഞ്ഞിട്ട് ചോറിലെടുത്ത് ഇന്ദ്രിയങ്ങൾ ഓരോന്നിനെ അടിച്ചമർത്തണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ അടിച്ചമർത്തിയാൽ പൊട്ടിത്തെറിക്കും. മറിച്ച് വിവേകം കൊണ്ട് ക്രമികമായി ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിക്കൂ. ന സഹസ, പെട്ടെന്ന് വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്, ബലപൂർവകം വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാണ്ട് ശനൈ ശനൈ എന്നുള്ളതിന് ഒരു 10 കൊല്ലം കഴിഞ്ഞോട്ടെ, 20 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ സ്വാമി ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി കുറയൂലോ, അപ്പം നോക്കാം. അങ്ങനെ പലരും ഈ ആധ്യാത്മികമായ സാധനാ മാർഗം തന്നെ വയസ്സായിട്ട് വേണ്ടതാന്നുള്ള അഭിപ്രായക്കാരുണ്ട്, ധാരാളം പേര്. ഇതൊക്കെ വയസ്സായിട്ട് വേണ്ടതാണ്. എപ്പോഴാണ് വയസ്സാവുക? മുമ്പൊക്കെ ഒരു 10-20 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് ഒരു 40 ആയ വയസ്സായി എന്നാ. അതങ്ങോട്ട് ആയി നോക്കുമ്പോഴോ 40 വയസ്സാവുക, എന്താ പറയണത്, ചെറുപ്പല്ലേ. പിന്നെ 50 വയസ്സായിട്ടോ എന്ന് വിചാരിച്ചു. 50 നോക്കുമ്പോഴോ 50 വയസ്സല്ല കേട്ടോ, ഒരു 60 കഴിഞ്ഞാൽ വയസ്സായി. ഇപ്പോൾ 60 നോക്കുമ്പോഴോ ഒരു 80 ആയ വയസ്സായി എന്നാ അപ്പം പറയണത്. 80 അയാളോട് ചോദിച്ചാലോ, എന്താ സ്വാമി പറയണത്, ലോകാരോഗ്യ സംഘടന പോലും 83 വെച്ചിട്ടുള്ളത്, പിന്നെയാണോ നിങ്ങൾ പറയണത്? പോയി 100 ശതായുർവൈ പുരുഷാന്നല്ലേ, മനുഷ്യൻ്റെ ആയുസ് 100. അല്ല സ്വാമി 120 ആയുസ്. പുതിയ നിയമം കൊണ്ടുവന്നു. വേദം പറയണത് ശതായുർവൈ പുരുഷ, മനുഷ്യൻ്റെ ആയുസ് 100. പക്ഷെ നമുക്കത് പറഞ്ഞാലും തൃപ്തി വരില്ല. അപ്പം 120 ശരി. അതുകൊണ്ട് ഷണൈ ഷണൈ എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് നല്ല, മറിച്ച് ന സഹസ, ബലപൂർവകം പെട്ടെന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കരുത്. പതുക്കെ പതുക്കെ വിവേകത്തിലൂടെ അവ സഹജമായി സ്വാഭാവികമായി പിന്തിരിയുന്ന അവസ്ഥ ഉണ്ടാക്കണം. ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ. എങ്ങനെ? ബുദ്ധി കൊണ്ട്, ബുദ്ധിയാ ബുദ്ധി കൊണ്ട്, നിശ്ചയാത്മികയായ ബുദ്ധി കൊണ്ട്, കാര്യാകാര്യ വിവേചനാത്മികയായ ബുദ്ധി കൊണ്ട്. എങ്ങനെയുള്ള ബുദ്ധി കൊണ്ട്? ധൃതി ഗൃഹീതയാ, ധൃതിയെ ഗ്രഹിച്ച ബുദ്ധി കൊണ്ട്. ധൃതി ധൃതി എന്നുള്ളത് മലയാളത്തിൽ ഒറ്റ വാക്കിൽ പറയുക എളുപ്പമല്ല. എന്താ ഇപ്പം ധൃതി? ധൃതിക്ക് നമുക്ക് പറയാം തൻ്റെ ഇടം പ്ലസ് മനക്കരുത്ത് പ്ലസ് ധൈര്യം, ഇതൊക്കെ കൂടി ചേർന്നതാ ധൃതി. ധൃതി എന്താണെന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചില മുറിവുകൾ ഏറ്റു എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പരുക്ക് പറ്റിയെന്ന് വിചാരിച്ചോളൂ. പൊതുവെ മനുഷ്യന്മാർ തളർന്നു പോകും, ആകെ തളർന്നു പോകും. പക്ഷേ അങ്ങനെയുള്ള ക്ലേശകരമായ സാഹചര്യത്തിലും മനസ്സിൻ്റെ തൻ്റേടം കൊണ്ട് തളർന്നു പോവാതെ വിവേകത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള കഴിവില്ലേ, അതാണ് ധൃതി. ധൃതി പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു ചിത്രം, ഒരാൾ പുതിയൊരു വീടുണ്ടാക്കുക. അതിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അയാൾ അത് പരിശോധിക്കാൻ പോയ സമയത്ത് ഇയാൾ അടിയിലായി. ഒന്ന് രൂപം കണ്ടു നോക്കൂ, കഴുത്തും തലയും പുറത്തുണ്ട്, ഒരു പരുക്കുമില്ല. ബാക്കി ടെറസൊക്കെ വീടിരിക്കുക ദേഹത്തു കൂടെ, കാലൊക്കെ 10-16 കഷ്ണമായിട്ടുണ്ട്. ഒക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ ഈ വെയിറ്റ് മുഴുവൻ ഇയാളുടെ ദേഹത്താണ്. അപ്പോൾ ആൾക്കാർ, നാട്ടുകാർ ഓടി വന്നു, ജോലിക്കാർ ഓടി വന്നു. അപ്പോൾ ഇയാൾ നേരെയാക്കാനൊക്കെ പോയതാണത്, എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയത്. അപ്പോഴാണ് പറ്റിയത്. അപ്പോൾ ഇയാൾ കഴുത്തും തലയും മാത്രമേ പുറത്തുള്ളൂ. അയാൾ പറയുക, അവിടെ കുത്തരുത്തിട്ടോ, അവിടെ എൻ്റെ കാലുണ്ട്, അപ്പുറത്ത് കുത്തു, ഇപ്പുറത്ത് പൊന്തിക്ക്, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ ഇയാളാ പറഞ്ഞു കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാരെങ്കിലും അടിച്ചാൽ ബോധം പോയിട്ടുണ്ടാവും. അതെ, അതാ ധൃതി പറഞ്ഞ. അത്യന്തം അവസാദത്തെ പ്രാപിച്ച ഇന്ദ്രിയാന്തക്കരണങ്ങളെ, ശരീരത്തെ മുഴുവൻ തന്നെ
ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ആന്തരിക ശക്തിവിശേഷമാണ് ധൃതി. ഇങ്ങനെ ധൃതി അവലംബിച്ച ധൈര്യത്തെ, തൻ്റെ ഇടത്തെ, മനക്കരുത്തിനെ അവലംബിച്ച ബുദ്ധി കൊണ്ട് വേണം നിയന്ത്രിക്കുക. ഭീരുക്കൾക്കിത് സാധിക്കില്ല, ദുർബലന്മാർക്ക് സാധിക്കില്ല. ദുർബലന്മാരൊക്കെ വീണുപോവും. അങ്ങനെ ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ. മനസ്സിനെ ആത്മസംസ്ഥമാക്കിയിട്ട്, ആത്മാവിൽ ചേർത്തിട്ട്. ഇതുവരെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ മെയ്യായിരുന്നു, പലതിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു. അവിടുന്ന് പതുക്കെ 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 പിടിച്ചു കൊണ്ടുവന്നു. അതാണല്ലോ പറഞ്ഞത് ശനൈ ശനൈരുപരമേത്. ഇപ്പോൾ ആത്മസംസ്ഥമായി, ആത്മനിയേവ സമ്യക് സ്ഥിതമാകുന്ന, നല്ലപോലെ സ്ഥിതമാകുന്ന അവസ്ഥ. ഞാൻ എന്ന് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതാണ് യോഗസ്ഥിതി. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞത് ഈ സ്ഥിതിയെയാണ്. എന്താണ് ദ്രഷ്ടാവിൻ്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കാൻ യോഗശാസ്ത്രം പോരാ, അവിടെ വേദാന്തശാസ്ത്രം വേണം. ദ്രഷ്ടാവിൻ്റെ സ്വരൂപം എന്താണ് എന്നത് വേദാന്തമാണ്. പക്ഷേ യോഗശാസ്ത്രം ഇവിടം വരെ നമ്മളെ എത്തിക്കും. അതാണ് തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. ചിത്തം നിരുദ്ധമാകുന്ന അവസ്ഥയിൽ ദ്രഷ്ടാവിൻ്റെ, കാണുന്നവൻ്റെ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. കാണുന്നവൻ്റെ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദമാണെന്നുള്ളത് വേദാന്തം നമ്മെ ഉദ്ബോധിപ്പിക്കും. ഇവിടെയാണ് യോഗ വേദാന്ത സംഗതി വരുന്നത്. ശ്രദ്ധിക്കുക. ആത്മസംസ്ഥം മനഃകൃത്വ, മനസ്സിനെ ആത്മസംസ്ഥമാക്കിയിട്ട്, തന്നിൽ ചേർത്തിട്ട്. ഇപ്പം മറ്റെല്ലാം അപ്രസക്തമായി, ഒന്നുമില്ല എന്നല്ല. ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാവും, ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാവും. ലോകത്തിനൊരു മാറ്റവും വരാൻ പോണില്ല. എന്നാൽ ഇപ്പം മറ്റെല്ലാം അപ്രസക്തമായി, താൻ തന്നിൽ തന്നോട് ചേർന്നു. ഈ സ്ഥിതിയിൽ ന കിഞ്ചിദപി ചിന്തയേത്. വാസ്തവത്തിൽ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ആളോട് ന കിഞ്ചിദപി ചിന്തയേതെന്ന് പറയേണ്ട ആവശ്യമില്ല. അയാൾ ഒന്നിലേക്കും പോണില്ല. പക്ഷേ ശാസ്ത്ര ഉപദേശത്തിൻ്റെ രീതി അതാണ്. സാധകനോട് പറയുകയാണ്, ഈ ഒരവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ആത്മസംസ്ഥം എന്നുള്ള അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ആ സ്ഥിതിയിൽ മറ്റൊന്നും ചിന്തിക്കാൻ പോണ്ടാട്ടോ. ചിലപ്പോൾ യോഗസിദ്ധികളെക്കുറിച്ച്, യോഗാനുഷ്ഠാനത്തിലൂടെ എത്തിച്ചേരാൻ കഴിയുന്ന അണിമാതി അഷ്ടൈശ്വര്യ പ്രാപ്തികളെക്കുറിച്ചൊക്കെ മനസ്സ് ചിന്തിച്ചു എന്ന് വരാം. അങ്ങനെയാവുമ്പോൾ നീ നിന്നിൽ നിന്ന് അകന്നു പോകും. അറിയാതെ സിദ്ധികളിലേക്കോ അണിമ മഹിമ ലഘിമ ഗരിമ പ്രാപ്തി പ്രാഗാമ്യം ഈശിത്വം വശിത്വം ഇത്യാദി അഷ്ടൈശ്വര്യ സിദ്ധികളിലേക്കോ ഒക്കെ അറിയാത്ത മനസ്സ് പോയി വീണാൽ നാം നമ്മിൽ നിന്ന് അകന്നു പോകും. കാരണം ഈ ഒരു സമുന്നതമായ യോഗസ്ഥിതിയിലും നമുക്ക് വീഴ്ച സംഭവിക്കാം. അത് ഉപനിഷത്ത് നമ്മളോട് വ്യക്തമായി ബോധിപ്പിക്കുന്നുണ്ട്. ഉപനിഷത്തിൽ യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ച ന വിചേഷ്ടതി താമാഹു പരമാം ഗതിം താം യോഗമിതി മന്യന്തേ സ്ഥിരാമിന്ദ്രിയധാരണാം എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയും അപ്രമത്തസ്തദാ ഭവതി. അവിടെ ഭവതി എന്നുള്ളതിന് ഭവേത് എന്നർത്ഥം എടുക്കണം എന്ന് ഭാഷ്യകാരൻ നമ്മെ ഓർമ്മിപ്പിക്കും. അതായത് എപ്പോഴാണോ യഥാ പഞ്ചജ്ഞാനാനി മനസാ സഹ അവതിഷ്ഠന്തേ,
5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിനോടുകൂടെ ഉറച്ചു നിൽക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്. ഇപ്പം മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നായി പോരാ. ബുദ്ധിശ്ചന വിചേഷ്ടതി, ബുദ്ധി അല്പവും ഇളകുന്നില്ല. ബുദ്ധി കാറ്റില്ലാത്തടത്ത ദീപം പോലെ ഈ മനസ്സിനോടും ഇന്ദ്രിയങ്ങളോടും തന്നെ ചേർന്ന് നിൽക്കുക, ഇളകണില്ല. ആ അവസ്ഥയെയാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് യോഗം എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ദ്രിയ മനസ്സുകളെ സ്ഥിരമായി തന്നിൽ ധരിക്കുന്നതാണ് യോഗം എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്ത് പറയുകയാണ് അപ്രമത്തഃ തഥാ ഭവതി. ആ സമയത്ത് അപ്രമത്തനായി തീരണം, പ്രമാദം ചെയ്യരുത്. ഈ അവസ്ഥയിലെത്തിയാൽ പോലും നമ്മുടെ ജാഗ്രത അല്പം കുറഞ്ഞാൽ വീണു പോകാം. നമ്മളൊക്കെ ഇരിക്കുന്നത് വിഷയക്കാട്ടിലാണ്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് പല പല സ്ഥാനമാനങ്ങൾ, പദവികൾ, അത് ഇത് മാടി വിളിക്കും. അതുകൊണ്ട് ആ ഒരു സമുന്നതമായ യോഗസ്ഥിതിയിൽ പോലും അപ്രമത്തഃ ഭവേത്. അതാണ് നമ്മൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഈ സന്ദർഭത്തിലും ന കിഞ്ചിതപി ചിന്തയേത്, മറ്റൊന്നും ചിന്തിക്കാൻ പോണ്ട എന്ന് പറഞ്ഞത്. നോക്കൂ, സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിതപി ചിന്തയേത്. മറ്റൊന്നും ചിന്തിക്കാൻ പോണ്ട എന്ന് പറയാൻ എളുപ്പാ. പോയാലോ ചോദ്യം. ഈ അവസ്ഥയിലും മനസ്സ് പോയാലോ? എന്താ അഭിപ്രായം? പോവില്ല എന്നെങ്ങനെയാ പറയാ? പോയാലോ എന്നാ സംശയം. പോയാൽ സാരമില്ല, പിടിച്ചു കൊണ്ടുവരണം, അല്ലാണ്ടെന്താ? അത്രയേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മഠവും ശ്രീരാമകൃഷ്ണ മിഷനും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത് സ്ഥാപിച്ചു. സ്വാമിജിയുടെ സഹസന്യാസിമാർ ശ്രേഷ്ഠന്മാരുടെയും അങ്ങേയറ്റം ഊർജ്ജസ്വലവും ശക്തിപൂർണവും ഉജ്ജ്വലവുമൊക്കെയായ പ്രവർത്തനങ്ങളാൽ ആകൃഷ്ടരായി ധാരാളം ചെറുപ്പക്കാർ സന്യാസമാർഗത്തിലേക്ക് വന്നു. ഇത്രയ്ക്കധികം യുവജനങ്ങൾ സന്യാസമാർഗത്തിലേക്ക് വന്നൊരു കാലഘട്ടം സമീപത്തൊന്നും നമുക്കറിയില്ല. അത്രയ്ക്കധികം പേര് ശിഷ്യന്മാരായി വന്നു. ബ്രഹ്മാനന്ദ സ്വാമികളായിരുന്നു ഒന്നാമത്തെ അധ്യക്ഷൻ. അപ്പോൾ പരിമിതങ്ങളായ സൗകര്യങ്ങളെ അക്കാലത്തുള്ളൂ. എങ്കിലും ചിട്ട നിർബന്ധമാണ്. ജപം, ധ്യാനം തുടങ്ങിയ സാധനകൾ നിർബന്ധമാണ്. ഇത്ര മണിക്കൂർ അവർക്ക് ജപധ്യാനങ്ങളും മറ്റുമുണ്ട്. ഈ വന്നവരൊക്കെ യുവജനങ്ങളാണ്. സ്വാമിജിയുടെ ആ ഒരു പ്രഭാവത്തിൽ ആവിഷ്ടരായിട്ട് വന്നതാ. ഇപ്പം ബ്രഹ്മാനന്ദ സ്വാമികൾ അപ്പം നിശ്ചയമായി ഇവർ ജപിക്കണം, ധ്യാനിക്കണം. അപ്പം ജപധ്യാനങ്ങൾക്ക് ഇവർ ഇരിക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് പലവിധ മധുരപലഹാരങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും. അത്ര ലഡു, ജിലേബി, ശ്രീഖണ്ഡ്, ഗുലാബ് ജാം, വളരെ ചുരുക്കി എന്നൊക്കെ കിട്ടുള്ളൂ. എന്നാലും ശ്രീരാമകൃഷ്ണദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൊന്നാണ് ശ്രീഖണ്ഡ്. അതുപോലെ ശ്രീഖണ്ഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതുപോലെ വേറൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് പറഞ്ഞു, രസഗുള ശ്രീരാമകൃഷ്ണദേവൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടയക്കും. അപ്പോൾ ധ്യാനം എങ്ങനെയാണ് നടക്കുക എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്നും എന്തായാലും ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് ഉണ്ടാവില്ല അന്നേ. ആരെങ്കിലുമൊക്കെ വല്ലതും കൊണ്ടുകൊടുത്താലല്ലേ ഭക്ഷണം ഉണ്ടാവുള്ളൂ ആശ്രമത്തിൽ. ചിന്തിച്ചു നോക്കുക. അപ്പോൾ മനസ്സ് പോവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം പോയാലോ എന്ന് ചോദ്യം. ഭഗവാൻ പറയുകയാണ്, അതിന് വഴി പറഞ്ഞു തരാം. അതിന് വഴിയുണ്ട്. വഴിയില്ലാത്ത, പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ?
പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിഹാരമുണ്ട് ഇല്ലേ? ഒരാൾ പറയാം, സ്വാമി ഞാൻ പ്രശ്നമില്ലാത്തൊരു പരിഹാരമില്ലാത്ത പ്രശ്നത്തിലകപ്പെട്ടു. പൊട്ടത്തരം പറയല്ലേ, എന്നാൽ പിന്നെ അതിന് പ്രശ്നം എന്ന് പറയില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിഹാരമുണ്ട്. ചോദ്യം എന്ന് പറഞ്ഞാൽ ഉത്തരമുണ്ട്. നിനക്കറിയില്ല, എനിക്കറിയില്ല, അറിയുന്ന വേറെ ആളുണ്ടാവും. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കാരണം പ്രശ്നത്തിൽ നട്ടം തിരിയുമ്പോൾ പലപ്പോഴും നമ്മൾ ആത്മഹത്യയിലേക്ക് വരെയൊക്കെ എത്തിച്ചേരും. അവിടെ മനസ്സിലാക്കണം, പ്രശ്നമാണോ പരിഹാരമുണ്ട്. എനിക്കറിയില്ല വെച്ചാൽ അറിയുന്നവരുണ്ടാവും, അവരെ സമീപിച്ചാൽ പരിഹാരമായി. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ സമയത്തും മനസ്സ് പോയാലോ എന്നാ കിഞ്ചിതപ്പി ചിന്ത ഏത്. അപ്പോഴാണ് ഭഗവാൻ പറയണത്, യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതോ യതോ നിശ്ചരതി. യതഃ യതഃ യസ്മാത് യസ്മാത് ഹേതോഹോ. ഏതേത് ഹേതുക്കളെ കൊണ്ട്, ഏതേത് കാരണങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിശ്ചരതി, നിശ്ചരിക്കുന്നുവോ, ഈ ഇരുത്തിയെടുത്ത് ഓടി പോകുന്നുവോ, അതാണ് നിശ്ചരണം. ഇപ്പം ഇരുത്തി എന്നാ കിഞ്ചിതപ്പി ചിന്തയെന്ന് പറഞ്ഞ അവിടെ ഇരുത്തി, ഒന്നും ചിന്തിക്കാണ്ട് അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ മക്കൾ ഓടി കളിക്കുക, അവിടെ 5-6 മക്കളുണ്ട്. അപ്പോൾ വാ എല്ലാത്തിനെയും പിടിച്ചിരുത്തി. എല്ലാത്തിനെയും കൂടെ ഒന്നിച്ചെങ്ങനെയാണ് പിടിക്കുക? ഒന്നിനല്ലേ പിടിക്കാൻ പറ്റുമോ? ഒന്നിനെ പിടിച്ച് ഇവിടെ ഇരുത്തി. ഇവിടെ ഇരിക്കുക, അടങ്ങിയിരിക്കും, ഞാൻ ഇപ്പം മറ്റേനെയും പിടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പോയി മറ്റേൻ്റെ പിന്നാലെ ഓടിപ്പോയി പിടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതില്ല. ഇതാണ് അവിടെ കളിക്കുന്നുണ്ടാവും. അതാണ് കുട്ടികളാകുമ്പോൾ. നമ്മളൊക്കെ അങ്ങനെയല്ലായിരുന്നോ ചെറിയ മക്കളായപ്പോൾ? അതെ, ഇതുപോലെ തന്നെയാണ്. ഈ 10 ആളെയും പിടിക്കുക പറഞ്ഞാൽ, 10 വികൃതികളെ പിടിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ അവരുടെ അധ്യക്ഷൻ്റെ കഥ പറയാനുണ്ടോ? ഒട്ടും എളുപ്പമല്ല. അപ്പോൾ ഒരു ഭാഗത്തു കൂടെ പിടിക്കുമ്പം വേറെ ഭാഗത്തു കൂടെ പോവുക, വേറെ ഭാഗത്തു കൂടെ പിടിക്കുമ്പം വേറെ ഭാഗത്തു കൂടെ പോവുക. ഇത് വലിയൊരു അഭ്യാസമാണ്. അതുകൊണ്ട് യതഃ യതഃ ഏതേത് ഹേതുക്കളെ കൊണ്ടാണോ ഇത് ഓടുന്നത്, എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, കാരണം ഇല്ലാണ്ട് ഓടില്ല. അപ്പട്ടപ്പെട്ടെന്ന് പിടിച്ചു കൊണ്ടുവരണം. തതസ്തതോ നിയമ്യൈതത്. അപ്പട്ടപ്പെട്ടെന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ആത്മന്യേവ വശം നയേത്, ആത്മാവിൻ്റെ വശത്തിലേക്ക് തന്നെ നയിക്കണം. ഉപായേന നിഗൃഹണീയാത് എന്ന് ഗൗഡപാദാചാര്യർ പറയും. ഉപായത്തെ കൊണ്ട് നിഗ്രഹിക്കണം ഈ മനസ്സിനെ. ഉപായം വേണം. പശുവെ കെട്ടിയിട്ട് വളർത്തുന്നവർ പശുവിനെ കെട്ടിയിടുന്നത് ഇഷ്ടമല്ല, അത് കെട്ടുപൊട്ടിച്ചു വിടുന്നത് നമുക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ വിഭിന്നമാണ് നമ്മുടെ. ആ സമയത്താണ് തക്കം കിട്ടിയാൽ അത് കയറ് പൊട്ടിച്ച് ഓടുന്നത്. ഓ, കയറ് പൊട്ടിച്ച് ഓടുന്ന പശുവിനെ കാണാൻ എന്തൊരു ചന്ത അല്ലേ? നീറ്റ് നടക്കാൻ ജീവനില്ല പശു ഇല്ലാത്ത പശുവാണെങ്കിലും ശരി, വാലൊക്കെ പോക്കി കുതിച്ച് ചാടണ പോക്കണ്ട, നീറ്റ് നടക്കാൻ ജീവൻ ഉണ്ടാവില്ല. പക്ഷെ കയറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കേമ. ഇനി അതിനെ തിരിച്ചു പിടിക്കണം. എന്താ വഴി? ഓടിച്ചിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മളാ പരാജയപ്പെടുക. അതിന് 4 കാലാ, നമുക്ക് 2 കാലേ ഉള്ളൂ. തിരിച്ചു വരും അപ്പം കെട്ടാമെന്ന് പറഞ്ഞാൽ അത് അസാധ്യം. ഇനി ആകെ കൂടെ ഒറ്റ വഴിയേ ഉള്ളൂ. നല്ല പച്ചപ്പുല്ല് അല്ലെങ്കിൽ പിണ്ണാക്ക്, യൂറിയ, ഫാക്ടംഫോസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. എന്താ സ്വാമി യൂറിയ, ഫാക്ടംഫോസ് ഇതൊക്കെ ചേർത്ത കാലിത്തീറ്റയപ്പോൾ കിട്ടുന്നത് മാർക്കറ്റിലേ? മഹാപാപം ഒന്നും പറയണ്ട. മാംസാഹാരം അടക്കം പശുവിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കാലം പോയൊരു പോക്ക് ഒന്നും പറയണില്ല. അപ്പോൾ അതിനെ ആകർഷിക്കാൻ ഉതകുന്നൊരു വസ്തു കൊണ്ടുപോയി അതിനെ മെല്ലെ ആകർഷിച്ചു.
അങ്ങനെ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കിട്ടുന്ന യാതൊരു ഭാവവും കാണിക്കരുത്, കയറൊന്നും കാണിക്കരുത്. അപ്പം അത് ഒരു സംശയമില്ലാതെ തൻ്റെ ഇടത്തോടു കൂടി കഴിക്കാൻ തുടങ്ങുമ്പോൾ കെട്ടിക്കൊള്ളണം. ഇതേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. ഇതുപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നെട്ടോട്ട സ്ഥിതിയിൽ അതിനെ തിരിച്ചു പിടിക്കേണ്ടത്. ഇതിനാണ് നാമം, രൂപം തുടങ്ങിയ ഉപാധികൾ. എന്തിനെ ആഗ്രഹിച്ചിട്ടാണോ അത് പലതിൻ്റെ പിന്നാലെ ഓടിയത്, ആ മാധ്യമങ്ങളെ ഉപയോഗിച്ച് തന്നെ പിടിക്കുകയാണ്. ആ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് പിടിക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പം അവിടെ പോയാൽ കുറേ സ്വാതന്ത്ര്യം ഉണ്ടാവും, അല്ലെങ്കിൽ പച്ചപ്പുല്ല് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാവം പോയത്. അപ്പം അത് തന്നെ ഉപയോഗിച്ചിട്ട് ഇവിടെ പിടിക്കുക. ഇങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമുക്ക് ആകർഷിക്കാനും തളയ്ക്കാനും സാധിക്കൂ. ഇതാണ് ഉപായം. എല്ലാ സാധനകളിലും നമ്മൾ ഇത്തരം ഉപായങ്ങളെ സ്വീകരിക്കും. അതാണ് യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത് എന്ന് പറഞ്ഞത്. ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. ശരി, അങ്ങനെ മനസ്സ് പലതിലേക്ക് പോകുന്നതൊക്കെ വിട്ട് തന്നിൽ നിലകൊണ്ടു. അത് പരമമായ യോഗസ്ഥിതിയാണ്. തന്നിൽ താനായിരിക്കുന്ന അവസ്ഥ പരമമായ യോഗസ്ഥിതിയാണ്. ആ പരമമായ യോഗസ്ഥിതിയെ പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് അവസാനിപ്പിക്കാം. എന്താ അത് നോക്കൂ. പ്രശാന്ത മനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്ത മനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്ത മനസം ഹ്യേനം യോഗിനം, ഇപ്പറഞ്ഞ യോഗിയെ, ഇപ്പറഞ്ഞ സാധനാക്രമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യോഗിയെ, പ്രശാന്ത മനസ്കനായ യോഗിയെ ഉത്തമം സുഖം ഉപൈതി, ഉത്തമ സുഖം പ്രാപിക്കുന്നു. ഇപ്പം സാധാരണ നമ്മൾ സുഖത്തെ തേടി പോവുകയാണ്. അവിടെ പോയാൽ സുഖം ഉണ്ടാവും, ഇവിടെ പോയാൽ സുഖം ഉണ്ടാവും, പലതിൻ്റെ പിന്നാലെയാണ്. എവിടെ പോയാലേ സുഖം ഉണ്ടാവുക, നട്ടോട്ടോടുകയാണ് നമ്മൾ. അപ്പോൾ ഓരോരുത്തർ പറയും ഇവിടെ പോയാൽ ഏറ്റവും സുഖം ഉണ്ടാവും, അപ്പോൾ അവിടെ നമ്മൾ തിങ്ങിക്കൂടും. ഇന്നിപ്പോൾ ചില സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് തന്നെ നമുക്കറിയാം, ഒരു 10-20 സ്ഥലങ്ങൾ, എപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ ചായ കുടിക്കാനുണ്ടാവും. റോഡ് മുഴുവൻ ബ്ലോക്കായും കൊണ്ട് ഒരു 500 പേരെങ്കിലും ചായ കുടിക്കാനുണ്ടാവും. എന്താ അപ്പോൾ അവിടെ വിശേഷം? അത് പോയാലല്ലേ അറിയുള്ളൂ, അവിടെ സുഖം കിട്ടും സ്വാമി. അതുകൊണ്ടാണ് അവിടുത്തെ ചായ ഒന്ന് കുടിച്ചാണ്ടല്ലോ, അത് സുഖമാണ്. നല്ല സുഖാട്ടോ. ഞാനും പറഞ്ഞു, അപ്പോൾ 10 പേര് പറഞ്ഞു, അപ്പോൾ 100 പേര് പറഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. എത്ര ദൂരേന്നൊക്കെ ആൾക്കാർ ഓരോരോ കട തേടി പോണത്. ഇതിപ്പോൾ ചായയുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാം ഉണ്ട്. ഇവിടെ കോഴിക്കോട് ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് വെച്ചോളൂ. അപ്പോൾ ഒരാൾ പറയും, അവിടെ ഒന്നും പോയാൽ വലിയൊരു സുഖം ഉണ്ടാവില്ല, നീ ഒരു കാര്യം ചെയ്തോളൂ, ഗുരുവായൂർ പോയിക്കോളൂ, നാളെ സുഖം ഉണ്ടാവും. അതെന്താ അവിടെ പോയാൽ സുഖം ഉണ്ടാവില്ലേ? അതേ ഭഗവാൻ തന്നെയല്ലേ ഇവിടെയും. അതില്ലേ, അവിടെ പോയാൽ നല്ല സുഖം ഉണ്ടാവും. ഉടനെ അങ്ങോട്ട് പോയി തിക്കി തിരക്കി അവിടെ ആകെ അസുഖമാക്കി. എല്ലാവരും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലായിടത്തും പോകുകയാണെന്ന് വെച്ചാൽ എന്തൊരു സുഖ, എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവും. എന്ത് സുഖ എന്നാലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട്
അവിടെ മാലിന്യ കൂമ്പാരം കൊണ്ടുപോയി നിക്ഷേപിച്ച് എത്ര കോടിക്കണക്കിന് കിലോഗ്രാം മനുഷ്യമലമായിരിക്കും ചെറിയൊരു ഒരു ഒരു ടൗൺഷിപ്പിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ഒന്ന് കണക്കൂട്ടി നോക്കൂ. അതും മണൽ പ്രദേശവും. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിങ്ങനെ തിങ്ങി കൂടിയിട്ടല്ലേ ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലായിടത്തും പോയി. ഈ കോഴിക്കോട് എത്ര വിഷ്ണു ക്ഷേത്രമുണ്ട്, കുറേ എണ്ണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒന്ന് പോയി തൊഴുതുകൂടെ? അതേ ഭഗവാൻ തന്നെയല്ലേ ഇവിടെ. അവിടെ പോകണ്ടെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ സുഖം തേടി പോവുക, പോയിക്കൊണ്ടേയിരിക്കും പലതിലേക്ക്. എന്നാൽ യോഗിയ സുഖം ഇങ്ങോട്ട് തേടി വരികയാണ്. യോഗി ഒരു സുഖം തേടി അങ്ങോട്ട് പോകണില്ല. എന്തൊക്കെ ഇച്ഛിക്കുന്നു അത് മുഴുവൻ ഇങ്ങോട്ട് പ്രാപിക്കുകയാണ്. ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ എന്ന ക്രമത്തിലാണ്. ആപൂര്യമാണമചല പ്രതിഷ്ഠം, നിറഞ്ഞ് ചലനരഹിതമായി നിലകൊള്ളുന്ന സമുദ്രം. ഒരു നദിയെയും മാടി വിളിക്കുന്നില്ല, വരൂ 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 പറഞ്ഞ് വിളിക്കണില്ല. അത് നിറഞ്ഞിരിക്കുക. എന്നാൽ എല്ലാ നദികളും അങ്ങോട്ട് പോയി ചേരുക. എന്നെടുത്തോളൂ പറഞ്ഞിട്ട്. നോക്കണേ, എന്തെന്തെല്ലാം ലൗകികന്മാർ കാമങ്ങളെ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ അങ്ങോട്ട് പോയി ചേരുക. അയാൾ ഒന്നിനെ വിളിക്കണില്ല, ഒന്നിനെ ആഗ്രഹിക്കണില്ല. എല്ലാം അവിടേക്ക് ചെന്ന് ചേരുക. എടുത്തോളൂ പറഞ്ഞിട്ട്. അവൻ്റെ ശാന്തിക്ക് ഒരു കുഴപ്പമില്ല. യോഗിനം സുഖം ഉത്തമം ഉപൈതി. ഉത്തമമായ സുഖം യോഗിയെ അങ്ങോട്ട് പ്രാപിക്കണു. എങ്ങനെയുള്ള സുഖം? ശാന്തരജസം. അഥവാ എങ്ങനെയുള്ള യോഗിയെ? ശാന്തരജസം. മാലിന്യങ്ങളെല്ലാം ഒഴിഞ്ഞ യോഗിയെ, അഥവാ യാതൊരു മാലിന്യവുമില്ലാത്ത സുഖം, ദുഃഖ സംയോഗമില്ലാത്ത സുഖം. മറ്റ് ലൗകികമായിരിക്കുന്ന വൈഷയികമായ സുഖങ്ങളൊക്കെ രണ്ടറ്റത്തും ദുഃഖത്തോടു കൂടിയതാ. നേടാൻ ദുഃഖം, നഷ്ടപ്പെട്ടാലും ദുഃഖം. ഇതല്ല, നിരന്തരമായ സുഖം. അതാണ് ശാന്തരജസം. അഥവാ ശാന്തരജസ്കനായ യോഗിയെ സുഖം പ്രാപിക്കുന്നു. എങ്ങനെയുള്ള യോഗിയെ? ബ്രഹ്മഭൂതം. സ്വയമേവ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ആ ബോധതലത്തിലേക്ക് ഉയർന്ന യോഗിയെ, സ്വയം ബ്രഹ്മഭൂതനായ യോഗിയെ. സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് ഉപനിഷത്ത്. ബ്രഹ്മഭൂതനായ യോഗിയെ പ്രാപിക്കുന്നു, അഥവാ ബ്രഹ്മഭൂതമായ സുഖം പ്രാപിക്കുന്നു. അകൽമഷം, മാലിന്യമെല്ലാം ഒഴിഞ്ഞ, പാപചിന്തകൾ ഒഴിഞ്ഞ, കുരുട്ട് കുശുമ്പ് ഇങ്ങനെയെല്ലാം ഒഴിഞ്ഞ അകൽമഷനായ യോഗിയെ സുഖം പ്രാപിക്കുന്നു. അഥവാ മാലിന്യരഹിതമായ സുഖം അയാളെ പ്രാപിക്കുന്നു. അപ്പം എല്ലാവരും അന്വേഷിക്കുന്നത് എന്താ? സുഖം. സുഖമാണ് എല്ലാവരും അന്വേഷിക്കണത്. നമ്മളെല്ലാവരും അന്വേഷിക്കണ സുഖമാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഈ സുഖാന്വേഷണത്തിലാണ് നമ്മൾ പല സുഖങ്ങളും നേടുന്നത്, ദുഃഖങ്ങളും നേടുന്നത്. എന്നാൽ ഇവിടെ സുഖം യോഗിയെ അങ്ങോട്ട് പോയി പ്രാപിക്കുകയാണ്. ഇത് അധ്യാത്മശാസ്ത്രത്തിലല്ലാതെ വേറെ എവിടെ ഇത് കാണും? ഇന്ന് വരെ ലോകത്തിൽ ആരെങ്കിലും എനിക്ക് പരിപൂർണമായ സുഖം പ്രാപ്തമായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. വീണ്ടും 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 അന്വേഷിക്കുകയാണ്. എന്നാൽ സംശയത്തിനിടയില്ലാതെ സ്വാനുഭവത്തിൻ്റെ ദൃഢതയോടുകൂടി ഇവിടെ പറയുന്നു, ഇങ്ങനെയുള്ള യോഗിയിലേക്ക് സുഖം ചെന്നു ചേരുന്നു. ഇതാണ് യോഗിയുടെ പരമമായ സ്വാത്മസ്ഥിതി, സമസ്ഥിതി, സുഖസ്ഥിതി. ഇതാണ് യോഗത്തിൻ്റെ സകല സാധനകളുടെയും ലക്ഷ്യം. നല്ലപോലെ അനുസന്ധാനം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞ് ഈ പ്രാവശ്യത്തെ വിചാരം ഉപസംഹരിക്കുകയാണ്. നോക്കൂ,
പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം.